ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചനയുടെ പേടി ഇപ്പോൾ മാറിയില്ലേ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അർച്ചന, ധനുഷിനെ ഇപ്പോഴല്ലേ ഞാൻ മനസ്സിലാക്കി വരുന്നത്, എല്ലാം ബോധ്യമായി വരുന്നുണ്ടെന്നും അർച്ചന പറയുന്നു. ധനുഷ് ഫ്രഷായി വന്നിട്ട് നമുക്ക് ഡിസ്കഷൻ തുടങ്ങാമെന്ന് നന്ദൻ പറയുമ്പോൾ ധനുഷ് അവിടുന്ന് പോവുകയാണ്. പുറത്തേക്ക് പോകുന്ന ധനുഷിനെ നോക്കി അർച്ചന മനസ്സിൽ പറയുകയാണ്, ഞാൻ വിചാരിച്ച ആള് തന്നെയാണ് നീയെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ഞാൻ കെട്ടിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ്. അവന്തികയെക്കുറിച്ച് സന്ധ്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം സച്ചി ഓർക്കുന്നു. ഇതിങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടന്നാൽ പറ്റില്ല, എന്താണെങ്കിലും ഇത് തുറന്നു ചോദിക്കണമെന്നും സച്ചി മനസ്സിൽ പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് അർച്ചന വരികയാണ്. ധനുഷ് ഇവിടെ ഉള്ള ഓരോ നിമിഷവും എന്റെ സമാധാനമാ സച്ചിയേട്ടാ പോകുന്നത്. അയാൾക്ക് എന്തിനാ ഇവിടെ ഇതിനു വേണ്ടി സ്വാതന്ത്ര്യം കൊടുക്കുന്നത്? ഇവിടെ ആർക്കും ഒന്നും പറഞ്ഞിട്ടൊട്ട് മനസ്സിലാകുന്നുമില്ല. ഇതിൽ കൂടുതലായിട്ട് ഞാൻ സ്നേഹയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? എപ്പോഴും എപ്പോഴും ഞാൻ പറഞ്ഞാലേ സ്നേഹ കരുതും എനിക്ക് അവളോടുള്ള വിശ്വാസക്കുറവ് കാരണമാണെന്ന്. ഞാൻ ഈ പറയുന്നതൊന്നും സച്ചിയേട്ടൻ കേൾക്കുന്നില്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ കേട്ടെന്ന് സച്ചി പറയുന്നു. എന്നാൽ സച്ചിയേട്ടൻ തന്നെ ഇതിനൊരു പരിഹാരം പറഞ്ഞതാ. എന്തു പറ്റി സച്ചിയേട്ടാ? സച്ചിയേട്ടന്റെ മുഖമെന്താ വല്ലാണ്ടിരിക്കുന്നതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് സച്ചി പറയുന്നു. വീണ്ടും അർച്ചന ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ ഒന്നുമില്ലെന്ന് പറഞ്ഞല്ലോ എന്ന് സച്ചി പറയുകയാണ്. നിനക്കെന്താ ഒരു കാര്യം ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാകില്ലേ? അല്ലെങ്കിൽ തന്നെ ഒരു 100,000 കാര്യങ്ങളാ എന്റെ തലയിലുള്ളത്. ഇതുപോലെയുള്ള നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരരുതെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് അജയൻ നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുന്നതാണ്. തുടർന്ന് അവന്തികയുടെ ഫോണിലേക്ക് അജയൻ വിളിക്കുന്നു. എനിക്കൊന്ന് നേരിട്ട് കാണണമായിരുന്നു, കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടെന്ന് അജയൻ പറയുമ്പോൾ എപ്പോഴെങ്കിലും കാണാമെന്ന് അവന്തിക പറയുന്നു. ഇത് കേൾക്കുന്ന അജയൻ പറയുകയാണ്, അതൊന്നും പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ കാണണം. ഇപ്പോഴോ? ഒന്ന് പോവാ അജയ എന്ന് അവന്തിക പറയുമ്പോൾ ഞാൻ നെല്ലിശ്ശേരി വീടിന്റെ മുറ്റത്തുണ്ടെന്നും നിങ്ങൾ വരത്തില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് കയറി വരാം, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പുറത്തേക്കും പോകാമെന്ന് അജയൻ പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിന്നതിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് അവന്തിക മനസ്സിൽ പറയുകയാണ്, അജയൻ ഇങ്ങോട്ടേക്ക് വന്നാൽ എല്ലാം തീർന്നു, എല്ലാം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വരും. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉള്ള സമയം കൂടിയാ, എങ്ങനെ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങും? എന്താണെങ്കിലും റിസ്ക് എടുത്ത് അജയനെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ നന്ദൻ അവന്തികയെ കാണുന്നു. അല്ല, നീ എവിടേക്കാ പോകുന്നതെന്ന് നന്ദൻ ചോദിക്കുന്നു. ഞാനൊന്ന് പുറത്തേക്കെന്ന് അവന്തിക പറയുമ്പോൾ നിനക്ക് വിഷമമാണെന്നൊക്കെ എനിക്കറിയാമെന്നും എന്നാലേ നിനക്ക് പുറത്തു പോകാനുള്ള അനുവാദമൊന്നും ഞാൻ തന്നിട്ടില്ലെന്നും നന്ദൻ പറയുന്നു. ഞാനില്ലാത്തപ്പോ നീ ഇവിടുന്ന് പോകുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ കുന്തം പോലെ നിൽക്കുകയല്ലേ? അപ്പോ പിന്നെ എന്ത് ധൈര്യത്തിലാ നീ പുറത്തേക്ക് ഇറങ്ങുന്നത്? അത് പിന്നെ ഞാൻ ഫുഡ് വാങ്ങാനാ പുറത്തേക്ക് പോകുന്നതെന്ന് അവന്തിക പറയുമ്പോൾ അതെന്താ, നിനക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലേ? അതോ പുറത്തുനിന്ന് ഫുഡ് വാങ്ങി വിഷം ചേർത്ത് ഞങ്ങളെ കൊല്ലാനാണോ എന്നും നന്ദൻ ചോദിക്കുന്നു. ദേ നന്ദേട്ടാ, ആവശ്യമില്ലാത്തതൊന്നും പറയരുത്. എനിക്കൊരു ബിരിയാണി തിന്നാൻ തോന്നി, അത് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിച്ചു, അത്ര തന്നെ. നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. നീ ഇന്ന് ഓർഡർ ചെയ്ത ബിരിയാണി കഴിക്കാൻ പോകുന്നത് ഞാനാ. നീ പോയി പെട്ടെന്ന് വാങ്ങിയിട്ട് വാ. ഇത് കേൾക്കുന്ന അവന്തിക പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഗേറ്റിന്റെ പുറത്ത് അജയനെ കാണുന്നു. ചേച്ചി ഒന്ന് കാണണമെങ്കിൽ എന്തൊക്കെ ഭീഷണി മുഴക്കണമെന്ന് അജയൻ ചോദിക്കുന്നു. എനിക്കിവിടെ അധിക നേരം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. നീ എന്താ വന്നതെന്ന് വെച്ചാ പറഞ്ഞിട്ട് പെട്ടെന്ന് പോകാൻ നോക്ക്. എന്റെയും അനഘയുടെയും വിവാഹം എന്ന് നടത്തിത്തരാൻ പറ്റും? ആ ഡേറ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയേക്കാം. ശരിക്കും ഇതിങ്ങനെയൊന്നുമല്ല ചോദിക്കേണ്ടത്, എന്റെ വീട്ടുകാരുമായിട്ടാ വരേണ്ടത്. പിന്നെ ചേച്ചിയുടെ എല്ലാ കാര്യവും രഹസ്യ സ്വഭാവമായതുകൊണ്ടാ ഞാനിപ്പോ ഇങ്ങനെ രഹസ്യമായി തന്നെ വന്നത്. അജയ, അന്ന് ഞാൻ അറിയാതെ പറഞ്ഞതാ അങ്ങനെയൊക്കെ. നീ ഇപ്പോ അത് മാറ്റി വേറെന്തെങ്കിലും ചോദിക്ക്. നിനക്ക് ആയുഷ്കാലം സുഖിച്ച് ജീവിക്കാനുള്ള പണം ഞാൻ തരാം, നിനക്കെന്താ അതുപോരെ? മതി, അത് മതി. പക്ഷെ ഞാൻ അങ്ങനെ ജീവിക്കുന്നതേ ഈ വീട്ടിലാകണം, അതിനല്ലേ ഞാൻ അനഘയെ ചോദിച്ചത്. വിവാഹം എന്നൊന്നും കേട്ട് ചേച്ചി ടെൻഷൻ അടിക്കണ്ട. ഞാനും ചേച്ചിയും അനഘയും ലളിതമായൊരു ചടങ്ങ്, അത്രമാത്രം മതി. അത് എപ്പോ നടക്കുമെന്ന് അജയൻ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, നീയേ അതിനെപ്പറ്റി പറയണ്ട, അത് നടക്കാനേ പോകുന്നില്ല. ചേച്ചി മുന്നും പിന്നും നോക്കാതെ ഇങ്ങനെ ഓരോന്ന് പറയരുതെന്ന് അജയൻ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അതിന് നീ കോടതിയിലെത്തിയാലല്ലേ എനിക്കെതിരെ മൊഴി പറയൂ. അവന്തികയെ ഭീഷണിപ്പെടുത്താനും മാത്രം നീ ആയിട്ടില്ല. നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. ഞാൻ തരാമെന്ന് പറഞ്ഞ പണവും കൊണ്ട് നീ പോയി എവിടെയെങ്കിലും ജീവിക്കാൻ നോക്ക്. അത്രയും പറഞ്ഞ് അവന്തിക പോകാനൊരുങ്ങുമ്പോൾ അജയൻ അവന്തികയെ തടയുകയാണ്. നിങ്ങൾ തരുന്ന നക്കാപ്പിച്ച കൊണ്ട് ജീവിക്കാനല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജയിലിൽ കിടന്നത്. എന്റെ ജീവന് എന്തെങ്കിലും ആപത്തുണ്ടായാൽ അതിന് കാരണക്കാരി അവന്തികയാകുമെന്നേ ഒരു ഡയറിയിൽ എഴുതി ഏൽപ്പിക്കേണ്ട സ്ഥലത്ത് ഏൽപ്പിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ കോടതിയിലല്ല ഞാൻ മൊഴിമാറ്റി പറയാൻ പോകുന്നത്, മീഡിയക്കാരോടാ. പിന്നെ എന്താ നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാലോ.
ഇതൊക്കെ കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുമ്പോൾ സച്ചി ബാൽക്കണിയിലേക്ക് വരികയാണ്. സച്ചിയെ കണ്ടയുടൻ തന്നെ അവന്തിക അജയനെയും കൊണ്ട് അവിടുന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ സച്ചി മുറിയിലേക്ക് പോകുമ്പോൾ അജയനും അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം അവന്തിക അകത്തേക്ക് കയറി വരുമ്പോൾ സച്ചി അവന്തികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സച്ചിയെ കണ്ട് ഞെട്ടലോടെയും പരിഭ്രാന്തിയോടെയും നിൽക്കുകയാണ് അവന്തിക. എനിക്ക് ഏട്ടത്തിയോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഏട്ടത്തി കൃത്യമായി മറുപടി തരികയും വേണം. അതേസമയം അർച്ചന സച്ചിയെ തിരക്കി വരുമ്പോൾ നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അർച്ചനയുടെ കൂടെ പോകുന്നു. അതേസമയം ഇതെല്ലാം കണ്ട് സംശയത്തോടെ നിൽക്കുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.